ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇച്ചൂസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു മനസ്സ് വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ ഇന്ന് ഭൂരിയാണ് ഉണ്ടാക്കുന്നത്. ഭൂരിയും രാത്രി ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അത് ഉണ്ട്. മക്കൾ 3 പേർക്ക് മതി. എനിക്ക് അതിൻ്റെ കൂടെ പഞ്ചസാരയായാലും കുഴപ്പമില്ല. അങ്ങനെ മോന് മദ്രസയിൽ പോകാൻ നേരമായി, അവ ഒരുങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ അവനിക്ക് കഴിക്കാനായി ഞാൻ ഭൂരിയൊക്കെ കൊടുത്തു. അതിന് ശേഷം ഇന്നലെ കിട്ടിയ വാള ഞാൻ കണ്ടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് ഐസ് മാറാനായിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാപ്പി കുടിക്കുവാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പഞ്ചസാരയാണ് ഈ ഭൂരി ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ എനിക്ക് പഞ്ചസാരയാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഭൂരിയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ അരി അടുപ്പിലിട്ടിരുന്നേ. അപ്പം അരി നന്നായി വെന്ത് വരുന്നുണ്ട്. അതിന് ശേഷം നല്ല പൊടിയാണ്. ഈ സെറ്റിയൊക്കെ എപ്പോഴും റോഡ് സൈഡിനാണ് വീടായതുകൊണ്ട് എപ്പോഴും പൊടിയാണ്. ജനലും കതകൊന്നും തുറന്നിടാൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കാലാവസ്ഥ എപ്പോഴും പൊടിയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ സെറ്റിയുടെ ഈ ഒരു മാറ്റൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞിട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ തൂത്തുവാരുന്നത്. അപ്പോൾ വീടിൻ്റെ 2 സൈഡിനും അപ്പുറത്തെ വീട്ടിലെ മതിലുകളുള്ളത് കൊണ്ട് വീടിനകത്ത് കൂടുതലായിട്ട് വെളിച്ചമൊന്നും കാണത്തില്ല. അപ്പോൾ വീഡിയോയ്ക്കൊക്കെ വളരെ ക്ലിയർ കുറവായിരിക്കും. എന്നാലും എൻ്റെ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ ഒന്ന് കാണണം. അപ്പോൾ ഞാൻ തൂത്ത് വാരിയതിന് ശേഷമാണ് ഇനി അടുത്ത പണികളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ തറയൊന്നും തുടയ്ക്കുന്നില്ല, കാരണം ഇക്ക വരുന്ന മുന്നേ എനിക്ക് ജോലിയെല്ലാം ഒതുക്കണം. അപ്പോൾ അതിന് ശേഷം ഞാൻ തറയൊക്കെ തൂത്തതിന് ശേഷം വീണ്ടും ഞാൻ പാത്രം കുറച്ചുണ്ടായിരുന്നു, അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചു. മീനിലെ ഐസെല്ലാം പോയതിന് ശേഷം ഞാൻ മീൻ 2ആയിട്ട് വീതിച്ചെടുത്തേ. കാരണം കുറച്ച് കറി വയ്ക്കാനും കുറച്ച് പൊരിക്കാനായിട്ടാണ്. ഇവിടെ കറിയിലിട്ട മീനൊന്നും കൂടുതലായിട്ട് ആരും കഴിക്കലില്ല. അപ്പോൾ ഞാൻ കുറച്ച് മീൻ ഒന്ന് അരപ്പ് പുരട്ടിയ ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. അപ്പോൾ അതിൻ്റെ തലയും കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ കറിക്കായിട്ട് എടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു അവിയൽ വെക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ മേടിച്ചുകൊണ്ട് വന്ന പച്ചക്കറിയാണ്. അപ്പോൾ അതിൽ നിന്ന് ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് അവിയലിനായിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ ഒട്ടുമിക്ക പച്ചക്കറികളും ഇതിൽ നിന്ന് എടുക്കാറുണ്ട്, അല്ലാതെ ഇന്നതേ എടുക്കും അങ്ങനെയൊന്നുമില്ല. ഞാൻ വെണ്ടയ്ക്കയും അമരയ്ക്കയും എല്ലാ ഐറ്റംസും ഞാൻ അവിയലിലിടും. അപ്പോൾ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് മാറ്റിയതിന് ശേഷം ഞാൻ നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച മീനൊന്നും നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിനിടയ്ക്ക് ഞാൻ അരി നന്നായി വെന്തിരുന്നു, അങ്ങനെ അത് വടിച്ചിട്ടിരുന്നു. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് പൊരിച്ചെടുക്കാവേ. പൊരിച്ചെടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിനിടയ്ക്ക് വാപ്പ വന്നിരുന്നു. വാപ്പ വന്നപ്പോൾ കുറച്ച് ബെറോട്ടയും ബീഫും വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. അങ്ങനെ എന്തായാലും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും വിടത്തില്ലല്ലേ. അങ്ങനെ അതിൽ നിന്ന് 2 എടുത്ത് അതും കഴിച്ചു. അതിന് ശേഷം കുറച്ച് തേങ്ങ തിരികെ എടുക്കാൻ നമുക്ക് അവിയലിനായിട്ട് വേണ്ടേ. ഞാൻ അപ്പോൾ അവിയൽ വെക്കുന്നതിൻ്റെ മീൻ കറി വെക്കുന്നതിൻ്റെ റെസിപ്പി നിങ്ങളെ കാണിക്കുന്നില്ല. അങ്ങനെ അവിയലൊക്കെ വെന്ത് കഴിഞ്ഞ് അതിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില ഇട്ടില്ല, പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചതിന് ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച് അങ്ങനെ മീനൊക്കെ ആ കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്ന എല്ലാവരും ഒന്ന് കാണണം കേട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കറിയൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ധൃതിയിൽ എല്ലാ ജോലി ഒതുക്കുന്നത്. ഇക്ക വരാൻ നേരമായി. ഇക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്ത ജോലിയുണ്ട്. ആ ജോലി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവുമേ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോ വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.